ിരിക്കാനാ വന്നത്. രാവിലെ എഴുന്നേറ്റ് എന്നോട് പറയാണ്ട് പോയത് പോട്ടേന്ന് വെക്കാം. ഞാൻ ഉറങ്ങായിരുന്നല്ലോ. ലോകത്ത് ഏതെങ്കിലും ഭാര്യ ഭർത്താവിനോട് ഇങ്ങനെ ചെയ്യാൻ പാടുണ്ടോ? എന്താ ഉണ്ടായത്? ദാ ക്ലീൻ ദ ഹൗസ് ഒരു കുറുമാനം എഴുതിയിട്ട് അവള് ഫ്രിഡ്ജിൽ പതിപ്പിച്ചിട്ട് പോയിരിക്കുക. ക്ലീൻ ടോയ്ലറ്റ്സ്, വാഷ് ക്ലോത്ത്സ്, മേക്ക് ഡിന്നർ, യൂട്യൂബ്. ഇതൊന്നും അത്ര കാര്യമാക്കേണ്ട കാര്യങ്ങളല്ല. നീ പൊന്മുട്ടയിടുന്ന താറാവിന്റെ കഥ കേട്ടിട്ടുണ്ടോ? കണ്ടിട്ടുണ്ടോ? ഇല്ല. ആ കാണിച്ചു. ഇതാണ് പൊന്മുട്ടയിടുന്ന താറാവ്. ഇവര് മുട്ടയിടും എല്ലാ മാസവും 1-ാം തീയതി. ഇവളുടെ ശമ്പളം എത്രയാണെന്നറിയാം? കേട്ടാ തല കറങ്ങും. ഓ, ബോക്സറാണല്ലേ? ചാമ്പ്യനായിരുന്നു കല്യാണത്തിന് മുമ്പ്. ഇവരിട്ട് ചാമ്പായിരിക്കല്ലേ? വന്നേ ഇത്രയും കാലം ആണുങ്ങളെ കൊണ്ട് പണിയെടുപ്പിച്ച് ഇവറ്റകൾ സൂയിക്കായിരുന്നില്ലേ? നമുക്കതൊന്നും തിരിക്കാടാ. എങ്ങനെ? ഈ പ്രമോഷൻ എന്ന് ഓവർ ടൈം എന്നൊക്കെ പറഞ്ഞ് അവര് കഷ്ടപ്പെട്ട് കാശുണ്ടാക്കും. നമ്മൾ അത് വെച്ച് അടിച്ചു പൊളിച്ച് ജീവിക്കും. അതിനിടയ്ക്ക് ഇതുപോലുള്ള ചില കുറിപ്പുകളൊക്കെ വരും. അതങ്ങ് ചെയ്തേക്കണം. ഇപ്പൊ എന്റെ കാര്യം നോക്ക്. സമാജം പ്രസിഡന്റായിട്ട് വിലസുമല്ലേ? കമ്മിറ്റിയിൽ മൊത്തം 4 ആണുങ്ങളും 8 പെണ്ണുങ്ങളുമാ. എപ്പോഴും മീറ്റിംഗ് ആടേ. ഞാൻ തന്നെ അറേഞ്ച് ചെയ്യുന്നത്. ഓ മൈ ഗോഡ്, എക്സ്ക്യൂസ് മീ, മേക്ക് ഡിന്നർ. ഒന്ന് ശ്രമിച്ചാ നിനക്ക് വിസ്പത്താവാം. എന്തിന്? എനിക്ക് പൊന്മുട്ട ഇടുന്നതിനല്ല, വെള്ളമടിച്ച് വാള് വെക്കുന്ന താറാവിനാ കിട്ടിയത്. ഞാനിവിടെ കൂലിപ്പണി എടുത്തിട്ടേ ഇവക്കിപ്പൊ പൈന്റ് വാങ്ങി കൊടുക്കേണ്ട അവസ്ഥയിലാ. ആ അവസ്ഥയൊക്കെ മാറും. അവളുടെ പേരില് ഒരു ഹ്യൂജ് എമൗണ്ട് കിടപ്പുണ്ട്. പക്ഷെ അതിൽ അവൾക്ക് തൊടാൻ പോലും പറ്റില്ല. ലേയുടെ ഗ്രാൻഡ് ഫാദർ ആണല്ലോ ഇവിടെ പണ്ട് കാലത്തെ